ലോകം വീണ്ടും ഒരു വൻ യുദ്ധത്തിന്റെ വക്കിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന അതേ നിമിഷങ്ങളിൽ തന്നെ മേഖലയിലെ അതീവ രഹസ്യമായ US നാവിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് കനത്ത ആക്രമണം അഴിച്ചുവിട്ടതായാണ് റിപ്പോർട്ടുകൾ. മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുള്ള ഈ ആക്രമണം അമേരിക്കയ്ക്ക് വലിയ പ്രഹരമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. മേഖലയിലെ US 5ാം കപ്പൽ പടയുടെ ആസ്ഥാനത്തിന് സമീപമുള്ള അതീവ സുരക്ഷയുള്ളതും മറച്ചു പിടിക്കപ്പെട്ടതുമായ കേന്ദ്രങ്ങളാണ് ലക്ഷ്യമിട്ടതെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകളും സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോണുകളും ഒരേ സമയം പ്രയോഗിച്ചാണ് ഈ ആക്രമണം നടത്തിയത്. US നാവികസേനയുടെ മുതിർന്ന ഉദ്യോഗസ്ഥർ താമസിക്കുന്ന ഇടങ്ങളും സുപ്രധാന സൈനിക കേന്ദ്രങ്ങളും ഇതിൽ തകർക്കപ്പെട്ടതായാണ് സൂചന. ആക്രമണത്തിൽ പരിക്കേറ്റ മുതിർന്ന ഉദ്യോഗസ്ഥരെ ഉടൻ തന്നെ മനാമയിലെ ആശുപത്രികളിലേക്ക് മാറ്റിയതായും ഇറാൻ സൈനിക വൃത്തങ്ങൾ അവകാശപ്പെടുന്നു. എന്നാൽ മരണസംഖ്യയോ പരിക്കേറ്റവരുടെ കൃത്യമായ വിവരത്തെയോ കുറിച്ച് പെന്റഗൺ ഇതുവരെ ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പ്രസംഗിക്കുന്ന വേളയിലാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ എണ്ണയെ ആശ്രയിക്കുന്ന രാജ്യങ്ങൾ ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ സ്വയം മുന്നോട്ട് വരണമെന്ന് ട്രംപ് ആഹ്വാനം ചെയ്തു. മേഖലയിലെ സുരക്ഷാ ചുമതല ഇനി അമേരിക്കയ്ക്ക് മാത്രമായി ഏറ്റെടുക്കാനാവില്ലെന്ന കടുത്ത നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഇറാന്റെ ഭരണമാറ്റം തങ്ങളുടെ ലക്ഷ്യമല്ലെന്ന് അദ്ദേഹം ആവർത്തിക്കുമ്പോഴും ഇറാനിലെ സുപ്രധാന സൈനിക നേതാക്കളുടെ തിരോധാനം രാജ്യത്തിന്റെ നേതൃത്വത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ടെന്ന് ട്രംപ് സൂചിപ്പിച്ചു. ഇത് ഇറാന്റെ പ്രകോപനത്തിന് ആക്കം കൂട്ടിയിരിക്കാം. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്തുപാതയായ ഹോർമുസ് കടലിടുക്കിൽ സംഘർഷം മുറുകുന്നത് ആഗോള വിപണിയെ കടുത്ത ആശങ്കയിലാക്കിയിരിക്കുകയാണ്. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് നേരിട്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തതോടെ അമേരിക്ക ഇതിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഉറപ്പാണ്. അത് മേഖലയിൽ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം. ഡ്രോണുകളുടെയും മിസൈലുകളുടെയും സംയുക്ത ഉപയോഗത്തിലൂടെ അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ ഇറാന് സാധിച്ചുവെന്നത് സൈനിക വിദഗ്ധരെ അമ്പരപ്പിക്കുന്നുണ്ട്. ആക്രമണം നടന്ന സ്ഥലത്തിന്റെ സ്വഭാവവും പരിക്കേറ്റ ഉദ്യോഗസ്ഥരുടെ സ്ഥാനവും പരിഗണിക്കുമ്പോൾ US-ന്റെ രഹസ്യ നീക്കങ്ങളെ കുറിച്ച് ഇറാന് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിരുന്നുവെന്ന് കരുതേണ്ടി വരും. ഇന്റലിജൻസ് വിഭാഗത്തിന്റെ പരാജയമാണോ അതോ മേഖലയിൽ നിലനിൽക്കുന്ന ശത്രുതയുടെ പുതിയ രൂപമാണോ ഇതെന്ന ചോദ്യം ഉയരുകയാണ്. ട്രംപിന്റെ പുതിയ നയങ്ങൾ പശ്ചിമേഷ്യയിൽ നിന്ന് അമേരിക്കൻ സ്വാധീനം കുറയ്ക്കാനുള്ള ശ്രമമാണോ അതോ തിരിച്ചടിക്കാനുള്ള തന്ത്രമാണോ എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. ഈ ആക്രമണം കേവലം ഒരു സൈനിക നീക്കം മാത്രമല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു അധികാര വടംവലിയുടെ തുടക്കം മാത്രമാണ്. ആഗോള എണ്ണ വിപണിയിലെ തകർച്ചയും സൈനിക ചേരിതിരിവുകളും ലോകരാജ്യങ്ങളെ വീണ്ടും ഭീതിയുടെ നിഴലിലാക്കിയിരിക്കുകയാണ്. വൻ ശക്തികൾ തമ്മിലുള്ള ഈ ഏറ്റുമുട്ടൽ സമാധാനപരമായ ചർച്ചകളിലൂടെ പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ ലോകം മറ്റൊരു വൻ ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരും.